warahmatullahi wabarakatuh. Alhamdulillah rabbil alamin. Wassalatu wassalamu ala rasulillah wa ala alihi wasahbihi ajma'in. Amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatan min lisani yafqahu qawli. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Law anzalna hadzal Qur'ana 'ala jabalin لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. ഈ ഖുർആനിനെ നാം ഒരു പർവ്വതത്തിന്മേൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അത് അള്ളാഹുവെ പറ്റിയുള്ള ഭയത്താൽ പൊട്ടിത്തകരുന്നത് നിനക്ക് കാണാമായിരുന്നു. ഈ ഉദാഹരണം നാം ജനങ്ങൾക്ക് വേണ്ടി വിവരിക്കുന്നത് അവർ ചിന്തിക്കുവാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപകരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ ഹശ്റിലെ 21-ാമത്തെ ആയത്താണ് ഞാനിവിടെ ഓതിയത്. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് മനുഷ്യർക്ക് മാർഗദർശിയായ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ജീവനില്ലാത്ത എന്നാൽ ഭീമാകാരമായ പർവ്വതങ്ങളിലാണ് അവതരിച്ചിരുന്നുവെങ്കിൽ അവ പോലും പൊട്ടി തകർന്നു പോകുമായിരുന്നു. എത്ര അർത്ഥവത്തായി ചിന്തിപ്പിക്കുന്ന വചനങ്ങളാണ് അള്ളാഹു മനുഷ്യർക്ക് മാർഗദർശിയായ ഖുർആനെ കൊണ്ട് അവതരിപ്പിച്ചു. ജനിച്ച ഓരോ മനുഷ്യനും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. മരണശേഷം ഖബറടക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഖബറടക്കിയ ശേഷം എത്ര പ്രിയപ്പെട്ടവരാണ് ഖബറിലുള്ളതെങ്കിലും 3 പിടി മണ്ണ് വാരിയിട്ട ശേഷം എല്ലാവരും തിരിച്ചു പോകും. ഒന്നോർത്തു നോക്കൂ. പിന്നെ അവിടെ ഖബറിലെ ഇരുട്ടും നമ്മളും മാത്രം. അവിടെ മലക്കുകൾ വന്ന് നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ ഒന്നാണ്, ആരാണ് നിന്റെ ഇമാം എന്നുള്ളത്. ഖുർആനാണ് എൻ്റെ ഇമാം എന്ന ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഖുർആൻ ആയിരിക്കേണ്ടേ നമ്മുടെ ഇമാം. ജീവിതത്തിൽ പല ആവർത്തിയായി ഖുർആൻ അർത്ഥമറിയാതെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നാം. നമ്മുടെ ഇമാമായ ഖുർആനെ അർത്ഥമറിഞ്ഞ് ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ നമ്മുടെ പരലോക ജീവിതം രക്ഷപ്പെടുകയുള്ളൂ. അസ്സലാമു അലൈക്കും.